വൈകുന്നേരം 6 മണി കഴിഞ്ഞ സമയത്തായിരുന്നു കേട്ടോ മാനേജർ എന്നെ ആ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. മാനേജർ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു ഓഡിറ്റിന്റെ കാര്യങ്ങളൊക്കെ. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ തന്നെ ആളൊരു ചിരിച്ച മുഖമായിട്ടാണ് എന്നെ വിളിച്ചത്. എല്ലാവരും കഴിഞ്ഞു പോയിട്ടുണ്ടോ സീമേ എന്ന് ചോദിച്ചു. ആ സമയത്ത് തന്നെ ഞാനൊന്ന് പതറി നിന്നു. ഞാൻ പറഞ്ഞു, എല്ലാരും ഇറങ്ങി സാർ, ഞാനും ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നെന്തൊക്കെയാലും പോക്കും കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഉടനെ പോകണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നേരത്തെ പോകണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു സാർ, ഇന്നലെ എന്തോ പറഞ്ഞിട്ട് പോയതല്ലേ, ഇന്ന് എന്തൊക്കെയാലും ആ പരിപാടി നടക്കത്തില്ല. ഇന്ന് നമുക്ക് എന്തൊക്കെയാലും എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാനേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആള് എൻ്റെ അടുത്തുനിന്ന് ഒരു ത്രട്ടൻ ചെയ്തു. അങ്ങനെ ഞാൻ ഓരോ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആളുടെ അടുത്തേക്ക് ചെന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലാപ്ടോപ്പ് എടുത്ത് തിരിച്ചു വെച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അതിലേക്ക് നിൽക്കുകയായിരുന്നു. ഇതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തേ എന്ന് പറയുമ്പോൾ ഞാൻ ഓരോന്നും തപ്പി പറക്കിക്കൊണ്ടിരിക്കുക. ആ സമയം ആള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ സീമ, ദേ അവിടെ ഒരു കസേര കിടപ്പുണ്ട്, അതും എടുത്തോണ്ട് ദേ ഇങ്ങോട്ടിരുന്നു, അതാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അടുത്തിരുന്ന് പറയാലോ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ഒന്നും മടിച്ചില്ല. മാനേജർ പറഞ്ഞത് മാത്രം കേട്ടുകൊണ്ട് ഞാൻ അവിടുന്ന് കസേര എടുത്തുകൊണ്ട് അവിടേക്ക് കൊണ്ടിട്ടു. ആ സമയത്ത് ആള് ഓഡിറ്റിങ്ങിന്റെ കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ട വർക്കുകളെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും കണ്ണ് ആ ഒരു ലാപ്ടോപ്പിന്റെ സ്ക്രീനിലേക്കായിരുന്നു. അപ്പൊ തന്നെയാണെന്നുണ്ടെങ്കിൽ അറിയാതെ പെട്ടെന്നൊരു നിമിഷം മാനേജറിന്റെ കൈ എന്റെ മോതിരത്തിലൊന്ന് തട്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആളിനടി ചോദിച്ചു, ആ സീമ മാരീഡ് ആയിരുന്നല്ലേ? അയ്യോ, എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ എന്ന് പെട്ടെന്ന് ആളിൽ പറയുന്ന കേട്ടപ്പോ ഞാൻ തന്നെ നോക്കി. ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞതായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങളുടെ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. പെട്ടെന്ന് ആ ഒരു നിമിഷം അയാൾ മുഖം തിരിച്ചിട്ട് എന്നെയും നോക്കി. സീമ വീട്ടിൽ ഒറ്റയ്ക്കാണോ, താമസവും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അല്ല, അമ്മായിമ്മയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് അവിടെ താമസവും കാര്യങ്ങളൊക്കെ. ഓ, അങ്ങനെയാണല്ലേ, അങ്ങനെയാകുമ്പം കുറെ ബോറിംഗ് ആയിരിക്കില്ലേ ലൈഫും കാര്യങ്ങളൊക്കെ, ഒറ്റയ്ക്കൊരു ലൈഫ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നു. അപ്പോൾ തന്നെ ആളിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ചോദിച്ചത് തെറ്റായിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ രണ്ടുപേരും അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് വീണ്ടും മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, അതെ, നിങ്ങൾ തമ്മിൽ അടിയിടാറുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ? അശോ, അടിയിടണം കാര്യങ്ങളൊക്കെ അതൊക്കെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല സാർ, ഞങ്ങളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ തന്നെ ആളൊന്ന് പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട്ലി എന്ന രീതി പറഞ്ഞു, ഞാൻ തന്നെ ഒരു ജീവിതം മാനേജ് ചെയ്യുന്ന കാര്യം എനിക്ക് തന്നെ അറിയാമല്ലോ, ലൈഫൊക്കെ അങ്ങനെയൊക്കെയാണ് സീമ എന്ന് മാത്രം ആള് പറഞ്ഞു. ഞാൻ ആ നിമിഷം ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ആളെ ഒന്ന് നോക്കി. ആ സമയത്ത് ആളുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആൾ എന്നെക്കാളും ഒരു 2 വയസ്സിന് മൂത്തതാണ്, പക്ഷേ എന്നാലും അതിൻ്റെതായ ഒരു പവറും കാര്യങ്ങളൊന്നും കാണിക്കില്ല. ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ പോലെ, ചില സമയത്ത് ഒരു മാനേജറിന്റെ പവർ കാണിക്കാറുമുണ്ട്. പക്ഷേ എന്തായാലും എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട്. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആരോടും സംസാരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അയാൾ എന്നെ ഒന്ന് തട്ടിയിട്ട് വിളിച്ചു, സീമ എന്തെങ്കിലും ആലോചിക്കുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഞാനങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല സാർ. സീമയ്ക്ക് ഇച്ചിരി ആലോചനയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം എന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഒരു ദിവസം സീമയ്ക്ക് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചൂടെ, ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വരാലോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അയ്യോ, എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സാർ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു. ആ സമയത്ത് തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ആ, എല്ലാവരും വരണ്ട, ഞാൻ മാത്രം വന്നാൽ മതിയല്ലോ, ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാം, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ, കഴിച്ചിട്ടൊക്കെ പോവാലോ എന്ന് മാത്രം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ സാർ, അങ്ങനെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓ, ഇപ്പം ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ,
അപ്പം അത് മതി, സീമ എന്തെങ്കിലും റെഡിയാക്കിക്കോ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം എന്ന് തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആള് നന്നായിട്ട് തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തമാശ കേൾക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. സമയം അപ്പോൾ 7 മണി കഴിഞ്ഞിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു പേടി പോലെ. ഇപ്പോൾ തന്നെ ഓഫീസിലിരിക്കുകയാണ്. അമ്മായിയമ്മ അവിടെ ചെല്ലുന്ന സമയത്ത് എന്താണ് പറയുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. പെട്ടെന്നായിരുന്നു എനിക്കൊരു അത്ഭുതം എന്ന പോലെ ഒരു മെസ്സേജ് വന്നത്. മറ്റൊന്നും ആയിരുന്നില്ല. അമ്മായിയമ്മ നേരെ മകളുടെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് അതിശയിച്ചു പോയി. അശോ, ഒരു കണക്കിന് ഒറ്റയ്ക്കാവുന്നത് നല്ല തന്നെയാണ്. ഞാനിനി ഈ ഒരു സമയം അവിടേക്ക് ചെന്ന് കയറുമ്പോൾ ആ ഒരു പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരുന്നു മാനേജർ എന്നെ ഒന്ന് തട്ടി വിളിച്ചത്. എന്താ സിമ ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാർ എന്ന് പറയുമ്പോൾ, പോകുന്ന കാര്യമില്ലാണോ, ഞാനത് ശരിയാക്കി തരാം എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ആ അതുകൊണ്ട് സാർ, പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീട്ടില് കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ അമ്മായിമ്മ കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മാനേജർ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ആ ഇതൊക്കെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, സീമയെ ഞാനത് പഠിപ്പിച്ചേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അതുപോലെയുള്ള സാർ. ഏതായാലും നമുക്ക് ഇന്നത്തോടെ നിർത്താം. ഏതായാലും സീമ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് എൻ്റെ ഡ്രസ്സിലേക്കൊന്ന് നോക്കി. ആ നിമിഷം ഞാൻ തന്നെ പറഞ്ഞു, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്, എനിക്ക് പരിചയത്തിലൊരാള് കൊണ്ടു തന്നതാണ് എന്ന് മാത്രം പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആളൊന്ന് ചിരിച്ചു. അങ്ങനെ ആൾ എണീക്കുന്ന സമയത്ത് ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അത് നേരത്തെ എനിക്ക് അനുഭവപ്പെട്ടെങ്കിലും ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. പക്ഷേ ആൾ എണീറ്റ സമയത്ത് നല്ലൊരു പെർഫ്യൂം, അത് ഏത് പെർഫ്യൂം ആണെന്ന് ചോദിക്കാൻ എനിക്കൊരു കൊതി തോന്നിയായിരുന്നു. പക്ഷേ ഞാനത് ചോദിച്ചതുമില്ല. അപ്പൊ തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ സീമയെ ഞാൻ കൊണ്ടാക്കാം വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, സാർ അത് വേണ്ട, ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ എന്തെങ്കിലും അങ്ങനെ ഇറക്കി തന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് കയറി പൊക്കോളാം എന്ന് മാത്രം പറഞ്ഞു. അത് വേണ്ടോ, താൻ ഈ രാത്രിയില് ഈ ഒരു സമയത്ത് ഇങ്ങനെ ബസ്സിനൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ അത് എനിക്കും കൂടെ പ്രശ്നമാണ്, തന്നെ ഞാൻ അവിടെ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ആളൊന്ന് നിർബന്ധിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും മറുപടി പറയാൻ പറ്റിയില്ല. ഞാനിങ്ങനെ നിന്നു. ബസ്സിനകത്താണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളുണ്ട്, പിന്നെ പുറത്ത് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. ഇതിപ്പോ മഴയുടെ മാസമല്ലേ, അത് എന്തൊക്കെയാലും ഉണ്ടാവുമല്ലോ എന്ന് തന്നെ ചിന്തിച്ചു. എന്തായാലും സാറ് പറയുന്ന കേൾക്കാം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഞാൻ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ സാറ് പറയുന്ന പോലെ അങ്ങനെ കൊണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്ന് തന്നെ പറയുന്ന സമയത്ത് മാനേജർ എന്നെ വിളിച്ചു. ഒരു പുഞ്ചിരിയോടെ നടന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഓഫീസിലെ കഥയും കാര്യങ്ങളൊക്കെ അടച്ച സമയത്താണെന്നുണ്ടെങ്കിൽ മാനേജർ പറഞ്ഞു, ആ മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം, ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഇടിയും മിന്നലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടന്നു. അത് കിച്ചണിലെ ആ ഒരു അടുത്തായിരുന്നു മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും മാനേജർ കൂടെ പോയത്. സീമയ്ക്കറിയോ അത് നിർത്താനും കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു, അറിയില്ല സാർ. എന്നാ വരൂ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മാനേജർ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കി. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ പോയി. അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്നൊരു ഇട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല ഇരുട്ടായിരുന്നു അകത്തെല്ലാം, പരസ്പരം കാണാൻ പോലും പറ്റാത്തൊരിട്ട്. ഞാനൊരു പേടി പോലെ ആ ഒരു മൊബൈലിന്റെ സ്വിച്ച് ഓൺ ആക്കി. ആ സമയത്ത് മാനേജർ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ചു. എന്താ പേടി തോന്നിയത് എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇല്ല, ഇപ്പൊ ഇരുട്ടായി പോയില്ലേ, അതിൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ. ആ അതൊന്നും കാര്യമാക്കണ്ട, താൻ വന്നു, ഞാനങ്ങോട്ട് ആക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടേക്ക് നടന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡോറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ക്ലോസ് ചെയ്യണം. ആ സമയത്ത് ആള് ആ ഒരു താക്കോലിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. പക്ഷേ ആ ഒരു ഡോറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുനിഞ്ഞു നിന്ന് വേണം അത് ലോക്ക് ചെയ്യാൻ.
എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങനെ നിൽക്കാൻ കുറച്ച് പാടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരുട്ടത്തു നിന്നും വെട്ടത്തിലേക്ക് വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആള് മുകളിലത്തെ ആ ഒരു ഡോർ ക്ലോസ് ചെയ്തു. ആ സമയത്ത് അതിനുശേഷം തന്നെ ആള് നിന്നുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് ആ ഒരു താക്കോലും കാര്യങ്ങളും എടുത്തു തന്നു. ഞാൻ ആ നിമിഷം താഴെയുള്ള ആ ലോക്കും കൂടെ ക്ലോസ് ചെയ്തു. അപ്പോൾ തന്നെ ആള് പറഞ്ഞു, എന്നാ പിന്നെ പെട്ടെന്ന് പോരെ, മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തിക്കണമല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് അർജന്റ് കാര്യങ്ങളുണ്ട്, സീമയെ എത്തിച്ചിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ എന്ന് മാത്രം ആള് പറഞ്ഞു. ആ സമയത്ത് ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് കാറിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് ഞാൻ തന്നെ ആളുടെ അടുത്ത് പറഞ്ഞു, സാറിന് തിരക്കാണെന്നുണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ, എനിക്ക് ബസ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആളെന്നെ നിർബന്ധിച്ച് പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി. ഒന്ന് കേറ് സീമ, ഇതെന്താ അന്യരെ കാണുന്ന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റിയിട്ട് ആള് വണ്ടി എടുത്തു. ആ സമയത്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അമ്മായിമ്മ വീട്ടിലില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയായാലും വീട്ടിലേക്ക് തന്നെ പോകുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ടെൻഷനും വേവലാതിയൊക്കെ ഉണ്ടായിരുന്നു. ഇടവഴിയൊക്കെ വേണം, അതുവഴിയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. മാനേജർ ആ വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീടാണല്ലോ, അത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് ഇട്ടേക്കുന്നത്. ആ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് തന്നെ മഴ നന്നായിട്ട് പെയ്തു തുടങ്ങി. നല്ല തണുപ്പ് അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ട്. അത് മഴയുടെ ആയിരുന്നില്ല, AC ആണ്. അപ്പൊ തന്നെ ഞാൻ എൻ്റെ ആ ഒരു ഷോളിൻ്റെ ആ ഒരു പാകം പിടിച്ചിട്ട് ഒന്ന് മറച്ചു പിടിച്ചു. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അത് ശരീരത്ത് നല്ലപോലെ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി. ചെറിയൊരു തുണി മാത്രം ഉണ്ടായിരുന്നു ഒന്ന് മൂടിപ്പുതയ്ക്കാൻ. ഞാനങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാനേജർ എന്നെ തൊട്ടിട്ട് പറഞ്ഞു, എന്താണ് നല്ല തണുപ്പുണ്ടല്ലേ, AC കുറയ്ക്കണോ? അത് പറഞ്ഞാൽ പോരെ, ഞാനെന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ എന്ന് മാത്രം എന്നെ ഒന്ന് ശകാരിച്ചു. ആ സമയത്ത് ഞാനൊന്ന് പുഞ്ചിരിച്ച് മാത്രമേ ചെയ്തോളൂ. അപ്പോൾ തന്നെ മാനേജർ AC സ്വല്പം കുറച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴയും മിന്നലും ഇടിയും എല്ലാം ഒരുമിച്ച് പെയ്യുന്ന പോലെ മാനേജർ പെട്ടെന്ന് തന്നെ ആ ഒരു വൈപ്പർ ഇട്ടു. അത് പെട്ടെന്ന് തന്നെ കിടന്നിങ്ങനെ അടിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴയും പിന്നെ പുറത്തെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പോകുന്ന സമയത്ത് എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ തന്നെ മാനേജർ നടിയാൻ തിടുക്കമുള്ള കാര്യങ്ങൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ തന്നെ ആദ്യം ഞങ്ങൾ തമ്മിൽ അധികം വയസ്സിൻ്റെ വ്യത്യാസങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ആളോട് പറഞ്ഞു. പക്ഷെ എനിക്ക് അത്ര ആ ഒരു യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ ഇടവഴി എത്തി. ഇടവഴി എൻ്റെ ആ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു. ഞാൻ രമേശിനെ അവിടെ വഴി വെച്ചാണ് കാണാറുള്ളത്. അവിടെ നിന്നാണ് രമേശിനായിട്ട് കുടയിൽ അതിങ്ങനെ കയറി ബസ് സ്റ്റോപ്പിൽ വരെ എത്തുന്നത്. അപ്പോൾ രാവിലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഞാനത് ചിന്തിച്ചു നോക്കി. രാവിലെ വന്ന സമയത്ത് രമേശിനുണ്ടായിരുന്നു. വൈകുന്നേരവും ചിലപ്പം എന്നെ കാത്തു നിന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പം മാനേജർ വന്നുകൊണ്ടാണല്ലോ രമേശിനെ ഇന്ന് കാണാതെ പോയത് എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. അപ്പൊ തന്നെ മാനേജർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ സീമ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാർ, ഞാനിനി വീട്ടിലെത്തുന്ന കാര്യം ചിന്തിച്ചത്. തൻ്റെ വീട് അപ്പുറത്തല്ലേ, അങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കേട്ടോ എന്ന് മാത്രം മാനേജർ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും പോയില്ല, അങ്ങനെ ഇരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ ഇടവഴിയും കഴിഞ്ഞ് നേരെ വീടിന്റെ മുറ്റത്തെത്താറായി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പരിഭ്രാന്തിയും പേടിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് തന്നെ ഞാൻ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ ടൈമില് പുറത്താണെന്നുണ്ടെങ്കിൽ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അത് കണ്ട സമയത്ത് തന്നെ മാനേജറിന് ഒരു ഡൗട്ട് തോന്നി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ എന്താ ആരും താമസമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അത് അമ്മായിമ്മ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞു. ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് മാനേജർ വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു. ചിലപ്പോ അമ്മ എവിടേക്കും പോയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ മാനേജറും ഇറങ്ങി. ഞാൻ അങ്ങോട്ട് ആക്കിത്തരാം എന്ന് പറഞ്ഞ് ആളെൻ്റെ കൂടെ വന്നു. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, മാനേജറാണല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചിരിയോടെ സംസാരത്തോടെ അങ്ങോട്ട് വന്ന് ആ ഒരു ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടു. ശേഷം ചെടിച്ചട്ടിയുടെ സൈഡിലിരിക്കുന്ന ആ ഒരു കീ മാത്രം എടുത്തു.
അതെടുത്തുകൊണ്ട് ഞാൻ ആ ഒരു താക്കോൽ തുറക്കുന്ന കണ്ട സമയത്ത് തന്നെ മാനേജറിന് കാര്യം മനസ്സിലായി, വീട്ടിനകത്ത് ആരുമില്ല എന്ന്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നെ നോക്കിയെന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, സാർ കയറിയിരിക്കെ, ആദ്യമായിട്ട് വന്നതല്ലേ, അങ്ങനെ ആ നിൽക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്ന സമയത്ത് ആള് വേണ്ട എന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആള് എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. സാർ ഇരിക്കട്ടോ, കാപ്പി ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പിടിച്ച് ഒരു സോഫയിലെത്തി. അപ്പോൾ തന്നെ ആളെൻ്റെ അടുത്ത് ചോദിച്ചു, ആരുമില്ല എന്ന് തോന്നുന്നു കേട്ടോ സീമ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നേരെ ആ ഒരു ഡ്രസ്സും പോലും മാറാതെ നേരെ അടുക്കളയിലേക്ക് കയറി. അടുക്കളയിൽ കയറി ഞാൻ എന്തുണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് പരിഭ്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഒരു കാപ്പി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി ചൂടാക്കി കൊടുക്കാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആ ഒരു കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര തിടുക്കമായിരുന്നു. ആൾക്കിനി ഷുഗർ പറ്റുമോ, പിന്നെ കോഫി എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം ഞാൻ അവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങളും അതിൻ്റെ അടുക്കിടക്കിന് ചെയ്തു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ശബ്ദം വാതിൻ്റെ അടുത്ത്. അത് മാനേജറായിരുന്നു. സീമി എന്താ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചായിരുന്നു അവിടേക്ക് കയറി വന്നത്. പെട്ടെന്ന് അയാൾ വന്ന് കയറിയ സമയത്ത് തന്നെ പുറത്തൊരു ഇടി വെട്ടുന്ന പോലെ എനിക്ക് തോന്നി. ആ സമയത്ത് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ചായ ഇടാണ് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ തന്നെ പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങി. അശോ, മഴയാണല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പിന്നെ ആ സമയത്താണെന്നുണ്ടെങ്കിലും മഴയുണ്ടായിരുന്നല്ലോ. അങ്ങനെ വിചാരിച്ച സമയത്ത് അയാൾ എൻ്റെ അടുത്ത് വന്നു നിന്നു. സീമ, ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചായ തരാം സാർ എന്ന് പറയുമ്പോൾ ആളതിന് പറഞ്ഞു, എനിക്ക് ചൂടോടെ കുടിക്കാനാണ് ഇഷ്ടം. മഴയല്ലേ പുറത്ത്, നല്ല ചൂടോടെ കുടിക്കുന്ന സമയത്ത് അതൊരു രസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്ക് ഞാനൊരു ചെറിയ ഗ്ലാസ്സിൽ ചൂടോടെ ചായ എടുത്തു കൊടുത്തു. ആളത് ഒരു റിലാക്സേഷനിൽ ഇത് കുടിച്ചു. എന്തോ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആളടുത്ത് നിൽക്കുമ്പോൾ ഒരു കംഫർട്ട് പോലെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഞാൻ ആക്കുന്നില്ല. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു, ബുദ്ധിമുട്ടെന്ന് ഉദ്ദേശിച്ച് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല സാർ, സാറൊക്കെ വരുന്നത് അത്ര നല്ലതല്ലേ, പിന്നെ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് മാത്രം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിലും സാറിന് അതെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചായ ഗ്ലാസ് തീർന്ന സമയത്ത് തന്നെ ആൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാനും കൂടെ ഇറങ്ങി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആള് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സീമയുടെ ഈ ഡ്രസ്സിനെയും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നും സാരിയും ചുരിദാറും ഒക്കെ അല്ലേ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്ക്, നല്ലത് തന്നെയാണ് കേട്ടോ, അത് നമ്മുടെ കമ്പനിക്ക് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ തന്നെ ഞാനൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ മാനേജറും അങ്ങനെ ഒന്ന് പുഞ്ചിരിച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ മാനേജർ എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, സീമ ഇപ്പൊ ഇച്ചിരി സുന്ദരിയും കൂടെ ആയിട്ടുണ്ട്, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ കുറച്ചു നേരം ഇരുന്നിട്ട് കൂടെ സാർ എന്ന് ചോദിക്കുമ്പോൾ ആള് എൻ്റെ ഒപ്പം വന്ന് അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ചു നേരം എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ആളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ നിമേഷിൻ്റെ അടുത്ത് പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് മാനേജറിനോടും പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അതിന് കുളമായി പോകുമോ എന്തൊക്കെയുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. എന്താ സീമ ഒന്നും മിണ്ടാത്തെ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാനേജർ സ്വല്പം കൂടി നീങ്ങിയിരുന്നിട്ട് പറഞ്ഞു, ഞങ്ങള് ഇവിടൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ സീമയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മള് കമ്പനിക്കാരാണല്ലോ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല സാർ, സാറ് വന്നോളൂ, അതിനെന്താ, സീമ വിളിച്ചില്ലേലും ഞാൻ വരും കേട്ടോ എന്ന് മാത്രം മാനേജർ പറയുന്ന സമയത്ത് എന്നെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ സാർ, കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ മറക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാനേജർ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ എനിക്കെന്തോ വിഷമം പോലെ തോന്നി. മാനേജറിന് കഴിക്കാനൊന്നും കൊടുത്തില്ലല്ലോ. ഞാൻ മാനേജറിനെ അകത്തേക്ക് കയറുന്ന സമയത്ത്, അതായത് കാറിനകത്തേക്ക് കയറുന്ന സമയത്ത്
ആളെന്റെ വിളി കേട്ട സമയത്ത് തന്നെ തിരിച്ചു കയറി വന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഭാഗത്ത് പുതിയ പുതിയ കഥാപാത്രങ്ങളായിരിക്കും, സെയിം കോമൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പുതിയ പുതിയ കഥകളുമായിട്ട് വരാട്ടോ. അതുവരെയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. അപ്പം നമുക്ക് ഇനി കാണാട്ടോ.